നമസ്കാരം. കാനഡയിലേക്ക് ഉപരിപഠനത്തോടുകൂടി എത്തി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ പഠന സമയം ജോലി ചെയ്ത് സ്റ്റേ ബാക്ക് സമയം അവിടെ ഒരു ജോലി കണ്ടെത്തി കനേഡിയൻ പെർമനന്റ് റെസിഡൻസി നേടാൻ വേണ്ടി ആംസ്റ്റർ ഇമിഗ്രേഷൻ ഒരുക്കുന്ന എംപ്ലോയ്മെന്റ് എഡ്ജ് 2024 എന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. കഴിഞ്ഞ വർഷങ്ങളായി ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽസിന് കനേഡിയൻ പെർമനന്റ് റെസിഡൻസി നേടി നൽകി അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നതിന് അഭിമാനത്തോടുകൂടിയാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നത് കാനഡ എംപ്ലോയ്മെന്റ് എഡ്ജ് 2024. ഉപരിപഠനത്തിലൂടെ കാനഡയിൽ എത്തുകയും പഠിക്കുകയും പഠന സമയം അർഹതപ്പെട്ട സമയം പാർട്ട് ടൈം ജോലികൾ ചെയ്യുകയും അതിലൂടെ സർവൈവ് ചെയ്യുകയും ശേഷം പെർമനന്റ് റെസിഡൻസി നേടി കാനഡയിൽ സെറ്റിൽ ആകുന്നിടം വരെയുള്ള ഒരു 360-ഡിഗ്രി സർവീസാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ എംപ്ലോയ്മെന്റ് എഡ്ജ് കാനഡ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കാനഡ CICC അംഗീകരിച്ചിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സർവീസ് കമ്പനിയാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ. വർഷങ്ങളായി സൗത്ത് ഇന്ത്യയിൽ നിന്നും UAE മിഡിൽ ഈസ്റ്റിൽ നിന്നും ധാരാളക്കണക്കിന് പ്രൊഫഷണൽസിന് കനേഡിയൻ ഇമിഗ്രേഷന്റെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ വഴി കാനഡയിൽ ഉപരിപഠനത്തിനെത്തുന്ന എല്ലാ കാൻഡിഡേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവരെ ഞങ്ങൾ അഡ്മിഷനായി ക്ഷണിക്കുകയാണ്. ഇവർക്കെല്ലാം 100% കാനഡയിൽ പഠനവും പഠനത്തോടൊപ്പമുള്ള ജോലിയും പഠന സമയം നിങ്ങൾക്ക് ലീഗൽ സപ്പോർട്ട് നൽകി കാനഡയിൽ പെർമനന്റ് റെസിഡൻസി നേടുന്നത് വരെ 360 ഡിഗ്രിയിൽ നിങ്ങളെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് എംപ്ലോയ്മെന്റ് എഡ്ജ് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ ഇൻവിറ്റേഷൻ +2 കഴിഞ്ഞ് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കാനഡയിൽ ഉപരിപഠനത്തോടെ എത്തണം, അവിടെ ഒരു കോഴ്സ് ചെയ്യണം, ആ കോഴ്സിന് ശേഷം ആപ്റ്റായ ഒരു ജോലി കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ ഏറ്റവും സുതാര്യമായ ഇമിഗ്രേഷൻ സ്റ്റഡി സേവനങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നത്? കഴിഞ്ഞ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, അതും പെർമനന്റ് റെസിഡൻസിയുടെ പ്രവൃത്തി പരിചയമാണ്. കാനഡയിൽ സ്റ്റഡി അഡ്മിഷൻ നൽകുന്നതിന് ഒരു ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. വിസയെ പറ്റിയൊക്കെ ഒന്ന് SDS വിസ ആണെങ്കിൽ നോൺ SDS വിസയൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്കൊരു പെർമനന്റ് റെസിഡൻസി വരെ എത്തണമെന്നുണ്ടെങ്കിൽ കാനഡയിൽ ഒരു PR എന്ന സ്റ്റാറ്റസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഇമിഗ്രേഷൻ നയങ്ങളും പ്രോഗ്രാമുകളൊക്കെ അറിയാവുന്നവർക്കാണ് സക്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് മുമ്പ് കാനഡയിൽ എത്തിയവർക്ക് പലരും പെർമനന്റ് റെസിഡൻസി സ്റ്റേജിൽ പരാജയപ്പെടാനുള്ള കാരണം ഒത്തിരിയാണ്. അത് വരാതെ കാനഡയിൽ പെർമനന്റ് റെസിഡൻസി നേടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ മാത്രം ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ കനേഡിയൻ ഉപരിപഠനം തിരഞ്ഞെടുത്താൽ മതി. കാനഡ എംപ്ലോയ്മെന്റ് എഡ്ജ് 2024 ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന എന്തൊക്കെ ആ സർവീസ് ആണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത് തീർച്ചയായും കാനഡയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാനൊരു അവസരമുണ്ട്. അതും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഫ്യൂച്ചറിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോവിൻസുകൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി മാരിഡ് ആണ്, ഫാമിലി ആയി കാനഡയിലേക്ക് പോകണം, നിങ്ങൾക്ക് ഏജ് ഒരു 35, 40, 45 ആയി, നോ പ്രോബ്ലം, നമുക്ക് ശ്രമിക്കാം. അപ്പം അൺലിമിറ്റഡ് സർവീസാണ്, ആർക്കും ആംസ്റ്ററിലേക്ക് വരാം. ഞങ്ങൾക്ക് കേരളത്തിലുടനീളമുള്ള മിഡിൽ ഈസ്റ്റിലുള്ള കാനഡയിൽ നേരിട്ട് ലീഗൽ സപ്പോർട്ടിന് അവിടുന്ന് ആരെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അഡ്മിഷൻ ആവശ്യം, ഞങ്ങളുടെ കെനിയയിലെ ഒന്റാരിയോ ഓഫീസിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പം ഒരു 360-ഡിഗ്രി സർവീസാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആർക്കും ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നുമില്ല. ഗവൺമെന്റ് ഓഫ് കാനഡ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ അഡ്മിഷന് വേണ്ടിയുള്ള 60% മുകളിൽ മാർക്കും IELTS സ്കോർ വേണ്ടത്ര സ്കോർ ഉണ്ടോ, അല്ലെങ്കിൽ IELTSന് തയ്യാറായ ആളുകളാണെങ്കിൽ SDS കാറ്റഗറിയിലും നോൺ SDS കാറ്റഗറിയിലും വേണ്ട സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കാനഡയിൽ അഡ്മിഷൻ നേടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും ആംസ്റ്ററിന്റെ 360-ഡിഗ്രി എംപ്ലോയ്മെന്റ് എഡ്ജ് എന്ന ഈ സർവീസ് ലഭ്യമാണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി സെമിനാർ പങ്കെടുക്കാൻ വേണ്ടി എവിടെയെങ്കിലും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സെമിനാറിൽ വന്ന് പങ്കെടുക്കുക, ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും കാനഡയിൽ
ടോപ്പ് റാങ്കിങ്ങിലുള്ള മുതൽ മിഡിൽ അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞങ്ങൾ അഡ്മിഷൻ നേടിത്തരാൻ തയ്യാറാണ്. ഞങ്ങളുടെ എൻറ്റയർ കനേഡിയൻ ലീഗൽ ടീമും ഞങ്ങളുടെ സപ്പോർട്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ തയ്യാറാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫീസ് പോലും അത് വേവർ ചെയ്യാൻ തയ്യാറായ ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്കുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷനും ആപ്ലിക്കേഷൻ ഫീസ് ആവശ്യമില്ലെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പം കാനഡയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ഞങ്ങൾ അഫിലിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പം കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന പെർമനന്റ് റെസിഡൻസി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. കാനഡയിലേക്ക് പഠനം എന്ന് പറയുന്നത് ഒരു 2 ഇയർ ഡിപ്ലോമ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സെറ്റിൽമെന്റ് നേടണം, നിങ്ങളൊരു ജോലി നേടണം. ആ റിട്ടേൺ ആണ് ആംസ്റ്റർഡാം ഇമിഗ്രേഷൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഞങ്ങളുടെ സർവീസിലുള്ള എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. 360 ഡിഗ്രി സർവീസ്. ഞങ്ങളുടെ 360 ഡിഗ്രി സർവീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ കനേഡിയൻ സ്റ്റഡി ആൻഡ് പെർമനന്റ് റെസിഡൻസി കൗൺസിലിംഗ്. നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാനഡയെന്നും മേ ബി നിങ്ങൾ യൂട്യൂബിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയോ ഒക്കെ നിങ്ങൾ കാണുന്നതല്ല അതിൻ്റെ റിയാലിറ്റി. അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു നൽകുന്നതിന്, പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്നതിന് എനിക്ക് ഈ ഓപ്ഷൻ വേണോ അല്ലെങ്കിൽ ഇതാണോ കാനഡ അല്ലെങ്കിൽ എനിക്കിത് വേണോ വേണ്ടായോ എന്നൊക്കെ ഒരു തീരുമാനമെടുക്കുന്ന കനേഡിയൻ സ്റ്റഡിയെ പറ്റിയുള്ളൊരു കൗൺസിലിംഗ്, കനേഡിയൻ പെർമനന്റ് റെസിഡൻസിയെ പറ്റിയൊരു കൗൺസിലിംഗ്, കാനഡ ജോലി സാധ്യതകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു അവസരം ഇത് നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കനേഡിയൻ ഇമിഗ്രേഷൻ രംഗത്തെ പ്രഗത്ഭരായ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസാണ്. അവർ വിട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വിട്ട് ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്. അവരോടൊക്കെ നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേഷനിലാണ് ആംസ്റ്റർ. അപ്പോൾ അവരിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ, ആംസ്റ്ററിൻ്റെ തന്നെ യാത്രയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ, ആംസ്റ്റർഡാമിന്റെ ലീഗൽ ടീമിൽ നിന്ന് നൽകിയിരിക്കുന്ന ട്രെയിനിങ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ കൗൺസിൽ നൽകുന്നത്. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ വഴിയാണ് നിങ്ങൾ പോകാൻ തീരുമാനിച്ചെങ്കിലും ഒരിക്കലെങ്കിലും കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആംസ്റ്റർ ഇമിഗ്രേഷനിൽ വന്നിട്ട് സ്റ്റഡി അബ്രോഡിനെ പറ്റിയും അല്ലെങ്കിൽ കാനഡ സ്റ്റഡിയെ പറ്റിയും പെർമനന്റ് റെസിഡൻസി സാധ്യതകളെ പറ്റിയും അതിനുള്ള ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകുക. ഇത് ആംസ്റ്റർഡാമിന്റെ എക്സ്ക്ലൂസീവ് പാർട്ടായിട്ട് നിങ്ങൾ ഈ കൗൺസിലിംഗ് വന്ന് അറ്റൻഡ് ചെയ്യുക. ഏത് ഓഫീസിലും നിങ്ങൾക്ക് ഒരു നേരിട്ട് ചെന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ലിങ്കിലൂടെ നിങ്ങൾക്ക് സൂമിലൂടെയോ ഗൂഗിൾ മീറ്റിലൂടെയോ ഫാമിലി ആയിരുന്നു തന്നെ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ ആദ്യമായി ഒരുക്കുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൊവിൻസ് സെലക്ഷൻ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവും. ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം പോയാൽ മതി, അല്ല ഇവിടെയാണ് നല്ലത്, ഞങ്ങൾ വഴി വരൂ, എല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ലീഗൽ റിസർച്ച് ടീമിലൂടെ ഒരു 10-12 ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ചൂസ് ചെയ്ത് തരാം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പ് ബ്രാൻഡിലുള്ളതോ ടോപ്പ് റാങ്കിങ്ങിലുള്ളതോ ഉണ്ടാവാം, മീഡിയം റേഞ്ചിലുള്ളവ, നിങ്ങളുടെ ഫീസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവാം. അപ്പോൾ ഏത് പ്രോവിൻസ്, എല്ലാവരും ഒൻറ്റാരിയോയിലോട്ട് പോയാൽ മതിയോ? ഒൻറ്റാരിയോ പോയ പല പേരൻസും അവിടെ കുട്ടികളെ വിട്ട ശേഷം ഞങ്ങളെ വിളിക്കാറുണ്ട്, എൻ്റെ തീരുമാനം എൻ്റെ മകൻ പറഞ്ഞു തെറ്റായി പോയി എന്ന്. അങ്ങനെ ഒൻറ്റാരിയോ മാത്രം കുറ്റം പറഞ്ഞല്ല, ചില പ്രോവിൻസുകൾ ചില സമയത്ത് പോയി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഒരു അക്കോമഡേഷൻ ലഭിക്കാൻ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തരണം ചെയ്തേ പറ്റൂ. എങ്കിലും നിങ്ങൾ ഏത് പ്രോവിൻസിൽ പോകണം, ആ പ്രോവിൻസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ആ പ്രോവിൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്, അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാം, നമുക്ക് ഒന്നിച്ചിന്ന് ആലോചിക്കാം. ഞങ്ങൾ റിസർച്ച് ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എക്സ്പെർട്ട് റിസർച്ച് ഒരു പാനൽ ഞങ്ങൾക്ക് ആംസ്റ്റർഡാമിലുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഏത് കോഴ്സ് എടുക്കുക, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താൽ ഗുണം എന്താ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് കോഴ്സസ് ഏതാ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജുമായി നിങ്ങൾക്ക് അതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി 2024 സെപ്റ്റംബർ ഇൻടേക്കിലാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഏറ്റവും ടോപ്പ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അഡ്മിഷൻ ഇപ്പോൾ തന്നെ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഏതെങ്കിലും കൺസൾട്ടൻസി വഴി പോയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മളൊരു പരമ്പരാഗതമായി ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഞാൻ പോവുള്ളൂ, അതല്ല.
കാനഡയിൽ വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റുഡൻസ് അധികം കയറി പോവാത്ത ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പോകൂ, ഓപ്പർച്യൂണിറ്റി കണ്ടെത്തൂ, തൊഴിൽ നേടാൻ സാധിക്കും, നിങ്ങൾക്ക് PR കിട്ടും സാധിക്കും. നിങ്ങൾ വെറുതെ ഈ PR സമയമായി കിടന്നും കരയേണ്ട അവസ്ഥ വരില്ല. ഞാനിങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഇവിടുന്ന് പേരൻസ് വളരെ കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്ന പേരൻസ് ഉണ്ട്. ഞാൻ ഇത്രയും ലക്ഷം മുടക്കി എൻ്റെ മോൻ തിരിച്ചു വരേണ്ട അവസ്ഥയാണ്, നിങ്ങൾ സഹായിക്കണം, നിങ്ങളൊരു പെർമനന്റ് റെസിഡൻസി കമ്പനി അല്ലേ. ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ സ്റ്റഡി എന്ന അല്ലെ കനേഡിയൻ സ്റ്റഡി ആഡ് ചെയ്ത് എംപ്ലോയ്മെന്റ് എഡ്ജ് എന്ന ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. IELTS ട്രെയിനിങ്. ഞങ്ങൾക്ക് ഒരു IELTS ട്രെയിനിങ് തരാൻ ഒരു എൻ്റെ ഓൺലൈൻ ടീമുണ്ട്. വെൽ എക്സ്പീരിയൻസ് ആയ IELTS ഫാക്കൽറ്റീസ് നമുക്കുണ്ട്. ഞങ്ങളോടൊപ്പം വരൂ, IELTS നമുക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ IELTS ട്രെയിനിങ് തരാം. ഏറ്റവും നല്ല സ്കോർ ഏൺ ചെയ്യാൻ അവർ നിങ്ങളെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. ഞാനൊരു IELTS ട്രെയിനർ അല്ല. എനിക്ക് IELTS എക്സാമിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആത്മാർത്ഥമായ IELTS ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ടീം നമ്മുടെ ഒപ്പം ഉണ്ട്. ഉറപ്പായും അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും. IELTSന്റെ ടെൻഷനേ മാറ്റാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേണ്ട സ്കോർ നേടാം. എന്തിനാ പിന്നെ സ്കോർ കുറഞ്ഞിട്ട് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോ non-SDS എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിസയും ഒക്കെ ഒന്ന് റിജക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഉയർന്ന സ്കോർ തന്നെ നേടാമെന്നേ, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതിന് നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്, ഒരു പ്രശ്നവുമില്ല. അതിന് CBSE ICC സിലബസിലൊന്നുമല്ല. ഉള്ള നമ്മുടെ ഇംഗ്ലീഷ് അതിനെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ട്യൂട്ടേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്യിക്കും, നമ്മൾ സ്കോർ എടുത്തിരിക്കും. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ഇമിഗ്രേഷൻ ടീം അംഗങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്തായാലും സ്കോർ എടുക്കണം. സോ IELTSന് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കും. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, നിങ്ങൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യും. എന്താ കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റിക്ക് മനസ്സിലാക്കി. ഇതാണ് കാനഡ, വിഷ്വൽ നമ്മുടെ മൈൻഡിൽ കിട്ടി. നമ്മൾ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചൂസ് ചെയ്ത് വെച്ചു, ആപ്ലിക്കേഷൻ എടുത്തു, IELTSന്റെ പിന്നെ സ്കോറിലേക്ക് നമ്മൾ കടന്നു. അടുത്ത് നമുക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ബാങ്ക് ലോൺ ആവശ്യമാണ്. ബാങ്ക് ലോൺ തരാൻ വേണ്ടി ഞങ്ങളുടെ ഒരു സർവീസ് ടീം നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. ഇനി അല്ലാതെ നിങ്ങളുടെ ഓൺ ബാങ്കിലാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യണം, ബാങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ അയക്കണോ അല്ലെങ്കിൽ അവരെ ഇമെയിൽ ചെയ്യണോ, അവരെ വിളിക്കണോ, എന്ത് വേണമെന്ന് ആവശ്യം തയ്യാറാണ്. ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണോ, ഞങ്ങളുടെ ലെറ്ററുമായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ആവശ്യമാണോ, ബാങ്കിൽ ഞങ്ങളുടെ ഒരു പ്രസൻസ് ആവശ്യമാണ് എങ്കിൽ പോലും ഞങ്ങൾ നിയർ ബൈ ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജറെ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണം. അത്രത്തോളം ഡീപ്പായിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന പ്രോഗ്രാമിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ബാങ്കിൻ്റെ നമുക്ക് ഒന്നിച്ച് നോക്കാം. ചിലർക്ക് ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും നമ്മളിതെല്ലാം ചെയ്തു വെച്ചു. ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞങ്ങളെ കൊണ്ടാവുന്നത് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഞങ്ങൾ സാധിക്കും. ഈ പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു ടീം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സർവീസ് ടീമും അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ ബാങ്കുകളുമായി ഞങ്ങൾ ടൈപ്ഡ് ആണ്. ബാങ്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ്, ഫൈനാൻഷ്യൽ, അതായത് ലോൺ, സ്റ്റഡി ലോണിനെ പറ്റിയുള്ള ടെൻഷൻ നിങ്ങൾ മറന്നേക്കൂ. നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ ലോൺ തരുന്നത്. പക്ഷേ ചില സമയത്ത് ചില ബാങ്കുകളൊക്കെ നമ്മളെ ഒന്ന് എന്തെങ്കിലും ഒരു കാരണത്താൽ ചില ഡിലേ വരാറ്. ആ ഡിലേക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. ലോണ് നമുക്ക് വേണ്ടവർക്ക് ലോണ് നമുക്ക് കിട്ടിയിരിക്കും. ബാങ്ക് ലോണൊക്കെ കിട്ടിയ ശേഷം നിങ്ങളുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അഡ്മിഷനാണ്. അഡ്മിഷനോടൊപ്പം അഡ്മിഷൻ കിട്ടി. അതായത് എന്തായാലും അഡ്മിഷൻ എന്ന് പറയുന്നത് ആംസ്റ്റർഡാമിന്റെ ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, നിങ്ങളുടെ അല്ല. സോ അത് നിങ്ങൾ മറന്നേക്കൂ. നല്ല അഡ്മിഷൻ ലഭിച്ചു. ഇനി എന്താണ് വീസ? നിങ്ങൾക്കൊരു സത്യം അറിയാമോ? കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. പിന്നെ നോർത്ത് പഞ്ചാബ് ഒക്കെയാണ്, ഗുജറാത്ത്, എല്ലാ സംസ്ഥാനമുണ്ട്, ഹൈദരാബാദ് ഒക്കെ ആപ്ലിക്കേഷന് മുമ്പിൽ തന്നെയാണ്. ഇതൊരു യഥാർത്ഥ കണക്കാണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അതിലൊരു 50 to 60% സ്റ്റുഡൻസിനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ വിസ കിട്ടുള്ളൂ. SDS ആണെങ്കിലും non-SDS ആണെങ്കിലും. SDS non-SDS ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നിങ്ങളുടെ കൗൺസിലിംഗ് സമയത്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുന്നതിനായി ആദ്യ കടമ്പ ഒരു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചൂസ് ചെയ്ത് ഒക്കെ നമ്മളെല്ലാം പക്ക ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫീസും അടച്ചു, എല്ലാം ചെയ്തു നോക്കുക. ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ SDS പോലെ ഓരോ ടേംസ് ആണ്. ഇതൊക്കെ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു DLI സ്കൂളൊക്കെ കിട്ടി, നമുക്ക് അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ ഫീസൊക്കെ അടച്ചു, അതൊക്കെ നമ്മൾ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ലോണ് എല്ലാം ക്ലിയർ ആക്കി. ഇനി അടുത്ത എന്താ, വിസ ചെയ്യാൻ പോവാണ്. വിസ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മുടെ അഡ്മിഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റേഷനിൽ നമ്മൾ SOP എന്നൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് SOP നമുക്ക് വിസയ്ക്ക് വെക്കേണ്ടത് തന്നെയാണ്. വിസ സമയത്താണ് SOP സ്ട്രോങ് ആവേണ്ടത്. അഡ്മിഷൻ സമയത്തുള്ള ഇപ്പം ഒരു നോർമൽ SOP ആണെന്നുണ്ടെങ്കിലും ആംസ്റ്ററിന്റെ ഒരു അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിജക്ട് ചെയ്യില്ല. അത് സ്ട്രോങ് ആക്കി വലിയ ഗിമിക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നോർമൽ SOP വെച്ചാൽ. പക്ഷേ വിസ ചെയ്യുമ്പോൾ നമ്മുടെ SOP എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കണം. എന്തുകൊണ്ട് കാനഡയിൽ ഞാൻ പഠിക്കണം, എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തു, എങ്ങനെ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം എന്താണ്, ഞാൻ ഈ കാനഡയിൽ പോയി പഠിക്കും, അടുത്തെൻ്റെ ലക്ഷ്യം എന്താണ്, പോയിട്ട് തിരിച്ചു വരുമോ, ഇതൊക്കെ അവർക്ക് അറിയണം. അത് നിങ്ങൾക്ക് പോയി പറയാനുള്ള അവസരമില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിങ്ങളുടെ SOP ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അത് മുതൽ ബാക്കി നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കൃത്യമായി വെച്ചെങ്കിലേ നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ. അപ്പോൾ വിസയ്ക്ക് വേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 99 ഈ പറഞ്ഞ വിസ സക്സസ് റേഷ്യോ ഉള്ള ഓഫീസേഴ്സിന്റെ ഒരു സഹായം, കാനഡ ഗവൺമെന്റ് ഓഫ് കാനഡയുടെ അംഗീകാരമുള്ള CICC കൺസൾട്ടന്റ് ലോയേഴ്സ് ടീമിന്റെ വെരിഫിക്കേഷൻ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഓഫീസേഴ്സിന്റെ കോർഡിനേഷൻ, ഇതാണ് ഞങ്ങൾ ഈ എംപ്ലോയ്മെന്റ് എഡ്ജ് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. ഡോക്യുമെന്റേഷൻ കഴിഞ്ഞ് വിസ ലോഡ്ജ്മെന്റ്, വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ആംസ്റ്റർ നിങ്ങൾക്കൊരു കോൾ ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളുടെ വിസ ഫയൽ ചെയ്യാൻ പോവാണ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, നമുക്ക് ഇതൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇനി സ്ട്രോങ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ, നമുക്ക് വിസ സക്സസ് ആവണം. സോ വിസയ്ക്ക് വേണ്ടി ഒരു ഫൈനൽ കോൾ നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഒന്നുകൂടെ നോക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ എക്സ്പേർട്ട് ഒന്നുകൂടെ നിങ്ങളെ വിളിക്കും. ഫൈനലി നിങ്ങൾക്ക് വിസ സക്സസ് ആവാൻ വേണ്ടി നമുക്ക് ആദ്യം അറ്റൻഡ് വിസ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഏതറ്റവും പോവും. സോ വിസ ലോഡ്ജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആംസ്റ്ററിനാണ്. നമുക്കങ്ങനെ വിസ കിട്ടി, കാനഡയിലെത്തി പഠനം ആരംഭിച്ചു. നിങ്ങളൊരു ചിലപ്പോൾ 1-2 മാസമൊക്കെ എടുക്കും നിങ്ങൾ പാർട്ട് ടൈം ജോലിക്കൊക്കെ വേണ്ടി സെറ്റിൽ ആവാൻ വേണ്ടി. ഇപ്പം ലാസ്റ്റ് ഇൻടേക്കിൽ പോയ കുട്ടികൾക്കൊക്കെ എത്ര റെഫറൻസ് കൊടുത്തിട്ട് പോലും അവർക്ക് 1 മാസം, 1.5 മാസം, 2 മാസം എടുത്തവരൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെതായ അവിടെ എത്തിയ ശേഷമേ അറിയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും വെർബലി പറയാം ചെല്ലു പാർട്ട് ടൈം ജോലി കിട്ടും. ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു സമയം എടുക്കും. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി ആരോടെങ്കിലും ഒന്ന് വാട്സാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്കിൽ കണ്ടെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് അതിൻ്റെതായ സമയം ഉണ്ടെങ്കിലും ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല. ഒരു 1 മന്ത് എടുക്കുന്നവരുണ്ട്, 2 വീക്സ് കിട്ടിയവരുണ്ട്, 1 മന്ത് എടുത്തവരുണ്ട്, 3 മന്ത്സ് എടുത്തവരുണ്ട്. സോ അപ്പോൾ അതൊക്കെ ആയി നമ്മൾ ജോലിയൊക്കെ ആയി നമ്മൾ പഠനവും ജോലിയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കനേഡിയൻ ഒരു എഡ്യൂക്കേഷൻ ലൈഫും ഒരു പിന്നെന്താ പറയുക ഒരു കനേഡിയൻ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾ പോവുക. ആ സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കരുതലുണ്ട്. ആംസ്റ്റർ വഴി പോയവർക്ക് നേരിട്ട് ലീഗൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നെയോ എൻ്റെ നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് കൊടുത്തിരിക്കും. എൻ്റെ ഒഫീഷ്യൽ അല്ലെങ്കിൽ എൻ്റെ എമർജൻസി കിട്ടുന്ന നമ്പേഴ്സ് എൻ്റെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ അവസരമുണ്ട്. ഒരു ക്രിട്ടിക്കലായ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങൾ കാനഡയിൽ എത്തി അത് സോൾവ് ചെയ്ത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഈ ഒരു തീരുമാനം എടുക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കുറേ പേരൻസ് ആണ് 2023-ലും 2022-ലൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ കൂടെ വരുമോ, ഞങ്ങൾക്ക് വിസ ഇല്ല, എൻ്റെ മോന് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഏജൻസി നോക്കിയിട്ട് അവർക്കിതൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അത് ഏജൻസിയുടെ കുഴപ്പമല്ല, അത് അവരുടെ ഉത്തരവാദിത്വമല്ല. പക്ഷെ ഞങ്ങളൊരു പെർമനന്റ് റെസിഡൻസി കൺസൾട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടീം മെമ്പേഴ്സ് എമർജൻസിയാണ്, അത്രത്തോളം എമർജൻസിയാണ്, ആ ഒരു കേസിൽ ഞാൻ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ ഉറപ്പായും ആംസ്റ്റർ നിങ്ങൾക്ക് വാക്ക് തരുന്നു നമ്മൾ അവിടെ വരാം. ഇനി നമ്മൾ വരാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ ലീഗൽ ടീം അവിടെയുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. സോ ഒരു സ്റ്റഡി ടൈം ലീഗൽ സപ്പോർട്ട് ആംസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിയമസഹായം, ഞാൻ പറഞ്ഞത് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നിയമസഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായും ആംസ്റ്ററിൽ നിന്നുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ കെയർ ആണ്. വേറെ ഒരു കൺസൾട്ടൻസിക്കും നിങ്ങൾക്ക് ഈ ഒരു കെയർ തരാൻ സാധിക്കില്ല, ഉറപ്പ് തരാൻ സാധിക്കില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാം, നമ്മളൊപ്പമുണ്ട്. ഞാൻ അല്ലെങ്കിൽ എന്നെ വിളിച്ച് കോൾ എടുക്കാത്തതായ പേരൻസ് അല്ലെങ്കിൽ വിട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ യൂട്യൂബിൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വഴി പോയ ഒരാളാണ്, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഒരിക്കലും ചെയ്യില്ല. എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്തിരിക്കും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഞാൻ വഴി അല്ലാത്ത പോലും എത്രയോ, ഞാൻ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്റ്റഡിയിലേക്ക് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് നോ രജിസ്ട്രേഷൻ ഫീസാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. വി ഡോണ്ട് ഹാവ് എനി രജിസ്ട്രേഷൻ ഫീസ്. ഇവരുടെ രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യണ്ട. നിങ്ങൾക്ക് ഒരു 0 സർവീസ് ഫീസിലാണ് ഞങ്ങൾ ഈ സർവീസ് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണ് ബെനിഫിറ്റ്. ഒരു ബിസിനസ് നടത്തണം, ഇത്രയും സംവിധാനം ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിലവുണ്ട്.
ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾക്ക് പേ ചെയ്യുന്നത്. നിങ്ങൾ വിസ തന്ന് നിങ്ങളെ അവിടെ എത്തിക്കുമ്പോൾ ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. അവർ ഞങ്ങൾക്ക് ഫീസ് തരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കംഫോർട്ടായി ഒരു സർവീസ് ആംസ്റ്റർഡാം നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ഇന്ന് ഒരു ഫീസും ഞങ്ങൾ ചാർജ് ചെയ്യില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകുന്നു. അപ്പം 9ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. നമുക്ക് ഇനി 10ാമത്തെ പോയിന്റ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്. നിങ്ങൾ 2 കൊല്ലത്തെ സ്റ്റഡി പെർമിറ്റ് പോകുന്നവർക്ക് നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിയമപ്രകാരം ഒരു 3 years നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ചില ആൾക്കാർക്ക് ഇത് എങ്ങനെ കിട്ടും, എന്ത് ചെയ്യണം ഒക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ആംസ്റ്റർ വഴി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെ സമാധാനമായിരിക്കുക. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണ്, നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ പ്രശ്നമുണ്ട് ഇത് ചെയ്യുമ്പോൾ, നോ പ്രോബ്ലം, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടും. ഇനി 1 year ആണെങ്കിൽ +1 year പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ആണ് കിട്ടുക. സോ ആ സമയത്തും ആംസ്റ്ററിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഇതിനകത്ത് ആംസ്റ്റർ നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി ചെയ്തു തരുമെന്നല്ല, ഇന്നത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതിനെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് ചെയ്തു തരാം. ഞാൻ ഈ പറഞ്ഞത് വിളിച്ചാൽ ഞങ്ങൾ ഫോൺ എടുക്കും, ഇമെയിൽ അയച്ചാൽ റിപ്ലൈ തരും തന്നെയാണ്. എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ കനേഡിയൻ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു എമർജൻസി കോളും അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇതാണ് എടുത്തെടുത്ത് പറയാനുള്ള കാരണം. അത്രത്തോളം ടീം മെമ്പേഴ്സ് ആംസ്റ്ററിനോട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് ഞാൻ പറഞ്ഞു തന്നത്. സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ടെൻഷനുള്ള സമയം, അവർക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്കൊരു ജോബ് സെർച്ചിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടുത്തെ ടോപ്പ് റാങ്കിങ് കൺസൾട്ടൻസി വഴി പോയ കുട്ടികൾ പോലും ഈ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ച് അവർക്ക് സർവീസ് എടുക്കുന്നുണ്ട്. ഞാനത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വഴി അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ആംസ്റ്റർ ഈ എംപ്ലോയ്മെൻറ്റ് എൻഡ് എന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡീസ് വർക്ക് പെർമിറ്റിൽ ഞങ്ങൾക്കൊരു എക്സ്ട്രാ സംവിധാനം അവിടെയുണ്ട്. നമ്മുടെ ഒരു ജോബ് പ്ലേസ്മെൻറ്റ് കമ്പനി, ഒരു ലീഗൽ സപ്പോർട്ട് കമ്പനി കാനഡയിലുണ്ട്. നിങ്ങൾക്ക് 100% അവരെ അപ്രോച്ച് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് ആപ്റ്റായ വേക്കൻസികൾ എവിടെ ഉണ്ടോ നിങ്ങളെ അറിയിക്കും. ഒരു ഓൺലൈൻ സംവിധാനമാണ്. ഉറപ്പായും ആ സംവിധാനം നിങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ജോബ് സെർച്ചിന് വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. ആംസ്റ്ററിൻ്റെ കാൻഡിഡേറ്റിന് ഒരു പ്രത്യേക പോർട്ടൽ ഉണ്ടാവും. നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. സോ ഞങ്ങളുടെ ലീഗൽ ടീമും ഞങ്ങളുടെ ജോബ് പ്ലേസ്മെൻറ്റ് ടീമും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. സോ ഒരു ജോലി കണ്ടെത്തുന്നതിന്, സ്റ്റഡി ടൈമിൽ ഒരു ജോബ് സെർച്ചിന് ഉറപ്പായും ആംസ്റ്ററിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഇതുതന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റഡി ഇൻ കാനഡ. അപ്പോൾ നിങ്ങളെ ഇവിടെ പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്ത് തരും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എക്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് അവിടുത്തെ ഒരു 2 റെപ്രസെൻറ്റേറ്റീവ്, കേരളത്തിൽ അവർ ഈ സമയത്ത് ഒരു സീസണാണ്, അവരിവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ വിളിച്ചാലും വരും. നിങ്ങളൊരു സ്ഥാപനം നടത്തി നിങ്ങൾ വിളിച്ചാലും അവരൊരു മാർക്കറ്റിംഗ് ഗൈസാണ്. ഞാൻ പറയുന്നത് അതല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ്, അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇത് വെർബലി ഇത് യൂട്യൂബിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ റെക്കോർഡ് കീപ്പ് ചെയ്ത് വെച്ചോ. ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല. സോ 100% ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് 100 കണക്കിന് സ്റ്റുഡൻസ് ഇതിന് വേണ്ടി ഞങ്ങൾ വന്നിരുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അറിഞ്ഞു തന്നെ വന്നവരാണ്. റെഫറൻസ് വഴിയും ഞങ്ങൾ എല്ലാ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വളരെ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ അഡ്മിഷൻ കൊടുക്കുമായിരുന്നു. കുറച്ചൊന്നും അത്ര കുറവല്ല, എങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാർജ് നമ്പർ സ്റ്റഡി എന്ന ഈ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയി റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ്. കാനഡ എന്ന ഈ ഒരു രാജ്യത്തേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്രത്തോളം നിങ്ങളുടെ പേരൻസോ ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. റിസൾട്ട് ഇല്ലാതെ തിരിച്ചു പോകരുത് എന്നതോ ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംവിധാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ മാത്രമല്ല, വിസ മാത്രമല്ല, സ്റ്റഡി ടൈം ലീഗൽ സപ്പോർട്ട് മാത്രമല്ല, നിങ്ങളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് ഞങ്ങളൊപ്പം ഉണ്ടാവും. നിങ്ങൾക്കൊരു ജോബ് സെർച്ചിന് വേണ്ടി നിങ്ങൾക്ക് ഒരു നേരിട്ട് നിങ്ങൾ കിട്ടുന്നില്ല, നിങ്ങൾ തന്നെ സെർച്ച് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. സോ ഫൈനലി, സപ്പോർട്ട് ഫോർ പെർമനന്റ് റെസിഡൻസി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ഒരു CRM പോർട്ടൽ നിങ്ങളിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലേക്ക് മാറണ്ടേ? നിങ്ങൾ ആ സമയത്ത് PNP വേണോ, അല്ലെങ്കിൽ ആ സമയം ഇനി എന്താകുമെന്ന് അറിയില്ല. 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്തായി തീരുമെന്നറിയില്ല. FSW മാറി, കാറ്റഗറി ബേസ്ഡ് മാറി, ഇനി ഏത് സിസ്റ്റമാണോ, തിരിച്ചു നാട്ടിൽ പോകണോ, ഈ ഒരു ടെൻഷനേ ആവശ്യമില്ല. എന്താണോ ആ സമയത്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത്, ആ പാത്വേയിലൂടെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിയിൽ എത്തിക്കാൻ ആംസ്റ്ററിന് സാധിക്കും. ഇതാണ് ഞാൻ ഈ പറഞ്ഞത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
ആയിരക്കണക്കിന് പ്രൊഫഷണൽസിന് സ്റ്റഡി അബ്രോഡ് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത് അഭിമാനമല്ല. ആയിരക്കണക്കിന് പ്രൊഫഷണൽസ് കനേഡിയൻ പെർമനന്റ് റെസിഡൻസി നേടി കൊടുത്തു എന്നത് അഭിമാനമാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, സോ ആംസ്റ്ററിലൂടെ കാനഡയിലേക്ക് പഠിക്കാൻ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു സംവിധാനം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഒരു വീഡിയോ ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ സർവീസ് അവൈലബിൾ ആണ്. നേരിട്ടോ ഓൺലൈനിലൂടെയോ ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എങ്ങും സെമിനാറൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം. ഒരു സെമിനാർ ഈ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഉറപ്പ് തരുന്നത് ഞാനാണ്. എൻ്റെ പേര് അജു കെ മാത്യു എന്നാണ്. കനേഡിയൻ ഇമിഗ്രേഷനിൽ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ആംസ്റ്ററിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും ഞാൻ തന്നെയാണ്. സോ ഈ ഒരു സർവീസിൽ അഡ്മിഷൻ നേടുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് ആവശ്യമോ ഒരു പേഴ്സണലി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം, എൻ്റെ എക്സ്പീരിയൻസ് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കണമെന്നുണ്ട്, ഉറപ്പായും ഒരു പേഴ്സണൽ മീറ്റ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ഫാമിലിയായി നിങ്ങൾ ആംസ്റ്ററിലേക്ക് വരിക, കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക. ഈ പറയുന്ന അതർ കൺസൾട്ടൻസി വഴി പോകുന്നവർക്കും കൗൺസിലിംഗ് ഏതെങ്കിലും അറ്റൻഡ് ചെയ്യണം, തീർച്ചയായും നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് സെമിനാറൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏത് ബ്രാഞ്ച് നിങ്ങൾക്ക് നിയർ ബൈ ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്താൽ മതി. ഒരു ക്രൗഡ് പോയി കണ്ട് റെപ്രസെൻറ്റേറ്റീവ്സിനെ കണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് മേഖല രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏത് മേഖല ആ മേഖലയിൽ നമ്മൾ കോഴ്സ് എടുക്കുന്നു, കാനഡയിൽ എത്തുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ മാക്സിമം സപ്പോർട്ട് ഉണ്ടാകുക. മാക്സിമം കാനഡയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു സർവീസ് ഞാൻ അഷ്യൂർ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. 2024 സെപ്റ്റംബർ ഇൻടേക്കിൽ കാനഡയിലേക്ക് പോകുന്ന ഒരു മീറ്റപ്പ് വെക്കും. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആ സമയം നമ്മുടെ ഒപ്പം ഉണ്ടാവും. സക്സസ് ആയി വിസ കിട്ടി കാനഡയിൽ കുടിയേറാൻ കാത്തിരിക്കാം. ആംസ്റ്റർ ഇമിഗ്രേഷൻ. താങ്ക് യു. Amster, your best immigration partner. Dream to fly? Step to Amster.